ഗോവയാണ്. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്ന് 3 കിലോമീറ്റേഴ്സ് അവയാണ്. ഇതിൻ്റെ അടുത്താണ് മെയിൻ ആയിട്ടുള്ള ഭാഗം. അപ്പം നമുക്കിത് ഇവിടുന്ന് അക്സസബിൾ ആണ് പെട്ടെന്ന്. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് വാട്ടർ റൈഡൊക്കെ ഉണ്ട്. പല പിന്നുള്ളത് നൈറ്റ് ആയിരിക്കും കൂടുതൽ വ്യൂസ് ഇവിടെ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ പറയുകയാണെങ്കിൽ പിന്നെ മെയിനായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന്. മെയിനായിട്ട് സ്കൂബ ഡൈവിങ്, ബനാന റൈഡിങ്, സ്കൂബ ഡൈവിങ്, പിന്നെ അതുപോലത്തെ ഒരുപാട് റൈഡ്സ് ഉണ്ട്, വാട്ടർ ഗെയിംസ് ഉണ്ട്, പിന്നെ അല്ലാതെ ലാൻഡിലുള്ള ഗെയിംസും ഉണ്ട്. ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നത് ഭയങ്കര റഷാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേരളം തന്നെ എൻട്രൻസ് കയറി വരാൻ പറ്റും. ഒരുപാട് ആൾക്കാർ പിന്നെ പല ഇത് വാങ്ങുക, പിന്നെ ഓരോ വാട്ടർ ഓഫർ തരാമെന്ന്. പക്ഷെ നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ മാക്സിമം ഒരു റിസർച്ച് ചെയ്തിട്ട് വേണം ഇതേതാണെന്ന് ബെറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ തന്നെ കാണാം, ഇതാണ്ട് പാരാസൈലിങ്, പിന്നെ ഒരുപാട് ബോട്ട് റൈഡിങ് എല്ലാം നമുക്ക് കാണാം. പിന്നെ ഇതാണ്ട് അവിടെ ആയിട്ട് ഇതാണ്ട് സൺബാത്തിന് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ അത് വേണ്ടവർക്ക് അത് ചൂസ് ചെയ്യാം. ബീച്ചിൽ വന്നിട്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. അതിൽ ജെറ്റ് സ്കീ, പാരാസൈലിങ്, വാട്ടർ റൈഡിങ്, ബോട്ട് റൈഡിങ്, പിന്നെ സ്കൂബ ഡൈവിങ്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ വന്നേക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പം ഇവരെല്ലാം മെയിനായിട്ട് തന്നെ ഇതുകൊണ്ട് ഇവിടെ സൺബാത്ത് ഉണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓപ്ഷൻ. ഹായ് ഗൈസ്, അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വാട്ടർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അപ്പം അതിൽ ഇപ്പം മെയിനായിട്ടുള്ളത് ജെറ്റ് സ്കീ, പാരാസൈലിങ്, സ്കൂബ ഡൈവിങ്, ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അവിടെ? കറക്റ്റ് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, എങ്കിലും ഇതാണ് പാരാസൈലിംഗ് ആണത്. അതാണ് പാരച്യൂട്ട് പോലെ കണ്ട പോകുന്നത്, അതാണ് പാരാസൈലിംഗ്. പിന്നെ നമുക്ക് സ്കൂബ ഡൈവിങ് കാണാൻ പറ്റുന്നതുകൊണ്ട് ബോട്ട് റൈഡിങ് കാണാൻ പറ്റും അവിടെ നോക്കിയാൽ.